കോലഴി കാരത്തോടിനെ കാളിന്തിയാക്കരുതെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിരോധ യാത്രയുമായി കോലഴി കൂട്ടായ്മ. ജലമലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണവും പ്രതിഷേധവും സമന്വയിച്ച പ്രതിരോധ യാത്ര വേറിട്ടതായി. മാലിന്യം വലിച്ചെറിഞ്ഞും മലിനജലം ഒഴുക്കിയും കോലഴി കാരത്തോടിനെ വിഷലിപ്തമായ കാളിന്തിയാക്കുന്നതിനെതിരെ കോലഴി കൂട്ടായ്മ പ്രതിരോധം തീർത്തു. തോടിനിരുവശവും താമസിക്കുന്ന വീട്ടുകാരെ നേരിൽ കണ്ട് ബോധവൽക്കരണം നടത്തുകയും തുടർന്നാൽ നിയമ നടപടികളും പിഴയും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയുമായിരുന്നു പ്രതിരോധ യാത്ര. പ്രദേശവാസികളുടെ വീടുകളിൽ നിന്ന് ശുചിമുറികളിലേത് ഉൾപ്പെടെയുള്ള മലിനജലവും അടുക്കള മാലിന്യവും പ്ലാസ്റ്റിക് സാധനങ്ങളും ഉപയോഗശേഷമുള്ള ഡയപ്പറും സാനിറ്ററി നാപ്കിനും മറ്റും തോട്ടിൽ നിക്ഷേപിക്കുകയാണ്. മഞ്ഞപ്പിത്തവും വയറിളക്കവും കോളറയും മറ്റും പടർന്നു പിടിക്കാനുള്ള സാഹചര്യമാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. ഒരു കാലത്ത് ശുദ്ധജലവാഹിനിയായിരുന്ന കാരത്തോട് പ്രദേശത്തെ കിണറുകളും കുളങ്ങളും ജലസമൃദ്ധമാകാൻ സഹായകമായിരുന്നു. പ്രദേശവാസികളുടെ കയ്യേറ്റം മൂലം തോട് പലയിടത്തും വീതി കുറഞ്ഞ് ശോഷിച്ച് അഴുക്കുചാലിന് സമാനമായിരിക്കുകയാണിപ്പോൾ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, കോലഴി പഞ്ചായത്ത് അംഗം ലിലി കുട്ടികൃഷ്ണൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലഴി മേഖലാ പ്രസിഡന്റ് ടി ഹരികുമാർ, ടി സത്യനാരായണൻ, ടി എൻ ദേവദാസ് തുടങ്ങിയവർ പ്രതിരോധ യാത്രയ്ക്ക് നേതൃത്വം നൽകി. TCV തൃശൂർ.